Good morning. Good morning, sir. Chaya? No, sir. Ayyappa Das. Yes, sir. താനിരിക്കുക. നിന്റെ കാര്യത്തിൽ ഇന്നലെ തന്നെ ഒരു PR ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് നൗ ഐ ആം കൺഗ്രാലേറ്റിംഗ് യു. ഫോഴ്സിന് തന്നെ കുറിച്ച് ഓർത്ത് വളരെ അഭിമാനമുണ്ട്. ഗുഡ്. ഇന്നലെ ഈവനിങ് സഖാവിൻ്റെ മൊഴിയെടുത്തപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. അദ്ദേഹം ഒരുപാട് കാര്യമായി തന്നെ കുറിച്ച് സംസാരിച്ചു. തൻ്റെ ഡ്യൂട്ടിയിലുള്ള എഫിഷ്യൻസിയിൽ അദ്ദേഹം വളരെ ഇംപ്രസ്ഡ് ആണ്. അക്രമികളെ ആരെങ്കിലും ദാസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഐ മീൻ, ഇനി കണ്ടാൽ തിരിച്ചറിയാവുന്ന വിധത്തിൽ അങ്ങനെ ആരെങ്കിലും? ഇല്ല സർ, അവർ മുഖം കവർ ചെയ്തിരുന്നു. യെസ്, നമുക്ക് ടൗണിൽ നിന്ന് കിട്ടിയിട്ടുള്ള CCTV ഫുട്ടേജിലും ഫേസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ജീപ്പിൻ്റെ നമ്പറും ഫേക്കാണ്. നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം കോടതിയിലെ CCTV വർക്കിംഗ് അല്ല. ഇത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു അറ്റാക്കാണ്. സൈതാറ് പള്ളി കഴിഞ്ഞ് വണ്ടി മിസ്സാണ്. മാഹിയിലേക്ക് കടന്നിട്ടുണ്ടാവും. കേരള പോലീസിനെ കൊണ്ട് കയറാൻ പറ്റില്ലല്ലോ. പിന്നെ തലായി, ചാലിൽ, മട്ടമ്പുറം എന്നീ ഭാഗത്ത് അങ്ങനെയാവാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കാം. എനിക്ക് പേഴ്സണൽ റിലേഷൻ കൂടിയുള്ള ഒരാളാണ് സഖാവ്. അപ്പം നമുക്ക് അതങ്ങ് പിടിക്കാം. ദാസന് മതി ഇനി അങ്ങോട്ടേക്കെന്ന് സഖാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ യെസ്, യു മേ ഗോ. വിശദമായി മൊഴിയെടുക്കാൻ ചിലപ്പോൾ ഞാൻ വിളിപ്പിച്ചേക്കും. സർ. ഹലോ. ആ, കണ്ടു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അത് ഡീൽ ചെയ്യാം. ഞാൻ വിളിക്കാം. നിന്റെ ടൈം പിന്നെ ബെസ്റ്റ് ടൈം ആണല്ലോ. മനുഷ്യൻ ഇവിടെ എങ്ങനെ ജീവിക്കുന്നത് നിനക്ക് പോലും അറിയോ? ആരോടും പറയാൻ പറ്റുമോ? ആരൊക്കെയോ ബോംബ് പറയുന്നു, വെട്ടുന്നു, കുത്തുന്നു, ഓടുന്നു. നമ്മളിതൊക്കെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ. കളിയാ ഉറക്കം പോയടാ. നിന്നെ കുറച്ചും കൂടെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം പറയട്ടെ. കേട്ടാ നീ ചിരിച്ചാവും. എന്ത് കാര്യം? നിന്റെ മറ്റേ PSC കോച്ചിങ് കേസില്ലേ, ബസ് ശരണ്യ, അവിടെ കല്യാണം കഴിക്കണം. വിഷമം ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയല്ലേ. എന്നാ അവിടെ അല്ല, അവിടെ ചേട്ടന്റെ. ഇവിടെ കോമഡി എന്താണെന്നറിയോ? അത് ഒളിച്ചോട്ടോ. അത് ഒരു ക്രിസ്ത്യാനി പെണ്ണിന്. മോനെ, ആമ്പിള്ളേര് സ്വന്തം കാര്യം വന്നപ്പോ ഡീൽ ചെയ്യുന്ന കണ്ടോ? ശരി, നീ വെച്ചോ, ഞാൻ വിളിക്കാം. മതി. ശരി. ചേട്ടനോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന്. ഇതൊന്ന് പിടിച്ച ഉണ്ടായിഞ്ഞു പോയി. അതെ, ഞാൻ വന്നെന്ന് പറഞ്ഞാൽ മൂത്ത സഖാവ് കാണാൻ പറഞ്ഞു. ആസ്പത്രി പോയിട്ട് കാണാനാ പറഞ്ഞു. എന്തിന്? അമ്മ അന്ന് ഞാനല്ല, എന്നോട് പറഞ്ഞില്ല. ബന്ധം കൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ വരുന്നേ. അല്ല, ഇത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. തേങ്ങ. ഇത് ആലക്കത്തൊരു കല്യാണം ഉണ്ട്. വകയിലൊരു മാമനാ, ഓറ മോളതാ. വളരെ നല്ല ആൾക്കാരാ. കോൺഗ്രസ്സുകാരനാ, ചെറ്റയാ. എന്നെ കല്യാണം വിളിച്ചിട്ടില്ല. ഭയങ്കര വിഷമായി പോയി. അങ്ങനെ കല്യാണം നടത്തണ്ടല്ലോ, കുറച്ച് നാടൻ പോകാ. പേടിക്കണ്ട, നാടനാ. സാറല്ലേ, ഇത് രണ്ടെണ്ണം എറിഞ്ഞിട്ട് കല്യാണം ഓരോ തൈക്കളയണം. എറിയാൻ വരുന്ന രണ്ടെണ്ണം വരുന്നില്ല. അപ്പൊ പറഞ്ഞ പോലെ നാളത്തെ കാര്യം മറക്കണ്ട കേട്ടാ. ഓക്കെ, ഓന്റെ സാമ്പാർ ഞാനിന്ന് ബോംബാറാക്കും.